കിടക്കണം അമൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വാ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ റൂമിലേക്ക് അപ്പോൾ ഇവരൊന്നും വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ വന്നോളും, നീ പോയി റൂമിൽ കിടന്നോ, അതിനുശേഷം ഇവരൊക്കെ അവിടെ വന്ന് കിടന്നോളും എന്ന് പറഞ്ഞിട്ട് ബബിതയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണ്. പക്ഷേ ബബിതയും കൂട്ടിയിട്ട് ഇവൻ ചെല്ലുന്നത് മറ്റൊരു റൂമിലേക്കാട്ടോ. അങ്ങനെ ആ റൂമിൽ കൊണ്ടുപോയിട്ട് ബബിതയെ കിടത്തുകയാണ്. അപ്പോൾ ബബിതയാണെങ്കിൽ ഉറക്കത്തിൽ എന്താ പറയുക അങ്ങനെ ഉറങ്ങി പോവാണ്. എന്താണ് ഇനി അവിടെ സംഭവിക്കുന്നതെന്നൊന്നും ബബിതയ്ക്ക് അറിയത്തില്ല. പിറ്റേ ദിവസം ആണ് ബബിതയ്ക്ക് പിന്നെ ബോധം വരുന്നത്. അപ്പോൾ ബബിതയ്ക്ക് ബോധം വരുമ്പോഴാണ് താൻ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം ബബിത മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ബബിത ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ ബബിത ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്തിനായി കരയുന്നത്, ഇങ്ങനെ കരയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താണ് എന്നെ ചെയ്തത്, ഇതിനായിരുന്നോ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, എൻ്റെ ജീവിതം പോയല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ബബിത ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാനിത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഷൗട്ട് ചെയ്യും, അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് മനസ്സിലാവണം ഇതിൽ എന്തൊക്കെയോ ട്രാപ്പ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അമലിനുള്ള എല്ലാ വിശ്വാസവും അങ്ങനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എടോ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, അപ്പോൾ ഇതൊന്നും അത്ര പുതുമയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അമൽ. എന്നാലും ഇതൊന്നും ശരിയല്ലല്ലോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, നീ എന്നെ എന്തൊക്കെ എനിക്ക് ആലോചിക്കാൻ വയ്യ, ഞാനിനി എങ്ങനെ വീട്ടിലേക്ക് ചെല്ലും എന്നൊക്കെ പറഞ്ഞ് ബബിത ഭയങ്കര കരച്ചിലാണ്. പക്ഷേ ബബിത ആ ജ്യൂസ് കുടിച്ചതോടുകൂടിയിട്ട് ബബിത മയങ്ങിപ്പോയല്ലോ. പക്ഷെ അമൽ മഹാവൃത്തികെട്ടവനാണ്. അമൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ കുറച്ച് ന്യൂഡ് ഫോട്ടോസ് വരെ ബബിതയുടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ബബിതയെ ആ സമയത്ത് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നീ അതൊന്ന് വിട്ടേക്ക്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ സാധാരണ പോലെ വീട്ടിലേക്ക് കയറി ചെന്നാൽ മതി, ഒന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, നമ്മൾ മാത്രമല്ലേ ഇത് അറിയത്തുള്ളൂ, നമ്മൾ എന്താണെങ്കിലും വിവാഹം കഴിക്കാം, പിന്നെ എന്താ തൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാലും അമൽ ഇതൊന്നും വേണ്ടായിരുന്നു, നീ എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ചതിയാണോ, നമ്മൾ സ്നേഹിക്കുന്നവരല്ലേ, നിനക്ക് എന്നെ വിശ്വാസമല്ലേ, ശരിക്കും ഞാനും ഇത് ആഗ്രഹിച്ചതല്ലാടോ, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് കണ്ടപ്പം ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാണ്, പിന്നെ ആ സമയത്ത് എൻ്റെ കൺട്രോൾ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അമൽ. എന്നാലും എനിക്ക് പേടിയാകുന്നു അമൽ എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സാരമല്ല, നീ ക്ഷമിക്ക്, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടില്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ബബിതയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് ബബിതയ്ക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ അലനാണെങ്കിൽ ബബിതയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അന്ന് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ബബിത വീട്ടിലേക്ക് വരികയാണ്. ബബിത വീട്ടിലേക്ക് വരുമ്പോൾ പോയ ഒരാളല്ല ബബിത തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ ബബിത ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അലീനയാണ് ഡോറ് തുറക്കുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ബബിത നീ ഇന്നലെ എവിടെയായിരുന്നു, നീ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഭയങ്കര ലിപ്പിലാണ്, നീ ഇന്നലെ എവിടെയാ പോയതെന്ന് അറിയാഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ അലീന